ഹായ് ഗൈസ്, ഇന്ന് കുറച്ച് ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചാമ്പയ്ക്കേൻ്റെയൊക്കെ സീസൺ അല്ലേ, അങ്ങനെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു പുഴുവിനെ കണ്ടു കേട്ടോ. ഞാൻ നോക്കാതെ എല്ലാം കഴിച്ചിരുന്നെങ്കിൽ ഈ പുഴുവിൻ്റെ വായി പോയാണ്. അങ്ങനെ ഒരു പുഴുവിനെ കണ്ടു. അപ്പോൾ നമ്മൾ ഈ ചാമ്പയ്ക്കയൊക്കെ എപ്പോഴും നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിങ്ങനെ രണ്ട് രീതിയിൽ പിളർത്തി എടുത്തതിന് ശേഷം കഴുകിയതിന് ശേഷം മാത്രമേ കഴിക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ പുഴുവൊക്കെ നമ്മളെ വായി പോവും. അങ്ങനെ ഞാൻ താണ്ടെ രണ്ടായിട്ടൊന്ന് ഇതുപോലെ എടുത്ത് നോക്കിയിട്ട് നല്ല രീതിക്ക് കഴുകി കളഞ്ഞിട്ടൊക്കെ കഴിക്കാവുള്ളൂ കേട്ടോ. അങ്ങനെ അതും കഴിച്ച് പിന്നീട് നമ്മൾ മാങ്ങ പിച്ചാൻ പോവാണേ. മാങ്ങ പിച്ചാനായിട്ട് ഞങ്ങളെ വീടിൻ്റെ അടുത്താണ് കേട്ടോ പോകുന്നത്. അടുത്തുള്ള വീടുകളിലും എല്ലാം മാങ്ങയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മാത്രം മാങ്ങയില്ല. അങ്ങനെ അപ്പുറത്തുള്ള വീട്ടിൽ പോവാണ് കേട്ടോ, നടന്നു പോവാണ്. ഞാനും ഉണ്ട്, ചേച്ചിയും ഉണ്ട്, കൊച്ചും ഉണ്ട്, അനിയനും ഉണ്ട്. അങ്ങനെ അനിയൻ ഇവിടെ എത്തിയിട്ട് മാങ്ങ എറിയാണ് കേട്ടോ. ഈ മാവ് നിറച്ചും മാങ്ങയാണ്. ഇപ്പം നല്ല മാങ്ങേൻ്റെ സീസണൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങളും ഇതേപോലെ വീട്ടിൻ്റെ അടുത്തൊക്കെ പോയി മാങ്ങ ഇങ്ങനെ എറിയാറുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ കണ്ടോ, നിറച്ച് മാങ്ങയുണ്ട്. ഈ മാവ് ഫുള്ള് മാങ്ങയാണ്. അങ്ങനെ മാങ്ങയൊക്കെ എറിഞ്ഞ് ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മാങ്ങ വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയെല്ലാം എറിഞ്ഞ് ഇങ്ങനെ അവസാനം ഒരു മാങ്ങയാണ് കേട്ടോ കിട്ടിയത്. കണ്ടോ, മാങ്ങ കുറച്ച് പിളർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും പിച്ചിട്ട് പോവാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ള വീടുകളിലെല്ലാം മാങ്ങയുണ്ട്, ഞങ്ങളെ വീട്ടിൽ മാത്രം ഇല്ല. അങ്ങനെ മാങ്ങ എല്ലാം പിച്ചി പോവാണേ. കണ്ടോ, ഇപ്പുറത്തെ ഈ വീട്ടിലും ഉണ്ട് മാങ്ങ. അങ്ങനെ പിന്നീട് ഈ വീട്ടിൽ നിന്നും കൂടി 2-3 മാങ്ങ എറിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ട്. മറ്റേ മാങ്ങ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടി കഴിക്കാണ് കേട്ടോ. കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ആക്കിയിട്ട് അതിൽ മുക്കി ഇതേ രീതിയിൽ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ അയലത്തെ വീട്ടുകളിൽ പോയിട്ട് മാങ്ങ എറിയാറുണ്ടോ എന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ശരി എന്നാൽ.